പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത. എൻട്രി ഒരുക്കുന്നു ബി ദ ഫോഴ്സ്. ഇത് എന്താണെന്നല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന CPO, WCPO, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ട്രെയിനി, ഫോറസ്റ്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ യൂണിഫോം പോസ്റ്റിലുള്ള ഏതൊരു ജോലിക്കും നിങ്ങൾക്ക് ഈ ഒറ്റ കോഴ്സിലൂടെ പഠിക്കാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒറ്റ പർച്ചേസിലൂടെ നിങ്ങൾക്ക് മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്, CPO ആണെങ്കിൽ CPO, അല്ലെ SI ആണെങ്കിൽ SI, ആ കോഴ്സുകൾ മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഹായ്, ഞാനിപ്പോൾ തൃശ്ശൂർ രാമവർമ്മപുരത്ത് കേരള പോലീസ് അക്കാദമിയിലാണുള്ളത്. നമ്മുടെ എൻട്രിയുടെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നീതു വളരെയധികം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നീതു സർവീസിലേക്ക് കയറിയിരിക്കുന്നത്. അച്ഛൻ്റെ അസുഖങ്ങൾക്കിടയിലും ഭർത്താവിൻ്റെ പിന്തുണയോടുകൂടി പോരാടി നേടിയെടുത്ത ഒരു വിജയമാണിത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമുക്ക് നീതുവിനോട് സംസാരിക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് നീതു. ഞാൻ പട്ടാമ്പിക്ക് അടുത്താണ് വീട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ജോലിയിൽ ഇന്നിവിടെ ഈ ഒരു പോലീസ് അക്കാദമിയിൽ എത്തിയത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട്, പിന്നെ രണ്ട് മക്കള്, പിന്നെ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. കഴിഞ്ഞ LD LGS സമയത്താണ് ഞാൻ എൻട്രി യൂസ് ചെയ്തത്. ഞാൻ ഇതുവരെ റാങ്ക് ഫയലൊന്നും ആ ടൈമിൽ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് എൻട്രിയിലെ ക്ലാസ്സുകളായിരുന്നു. അതിൽ നോട്ട് എഴുതിയിട്ടാണ് ഞാൻ പഠിച്ചത്. സാറിൻ്റെ ഒക്കെ മോട്ടിവേഷൻ പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാമിലി ഒക്കെ ആകുമ്പോൾ നമുക്ക് പല ഇതും ഉണ്ടാവില്ല മക്കളെ കാര്യത്തിലും ഒക്കെ. അപ്പം ചിലപ്പോൾ തോന്നി നമുക്കൊന്ന് നിർത്തി പോയാലോ എന്ന്. പക്ഷേ മോട്ടിവേഷൻ പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്തത്. സാറിൻ്റെയും പ്രദീപ് മുഖദല സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകളും മോട്ടിവേഷനൊക്കെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. സാറിനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. വളരെ സന്തോഷം. നമ്മൾ നീതു വിളിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇന്ന് വന്നു നോക്കുമ്പോൾ എത്രയോ അധികം ഉദ്യോഗാർത്ഥികളാണ് എൻട്രിയുടേതായിട്ട് കണ്ടത്. വളരെയധികം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും ഇതിനെയായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് തന്നെയാണോ? അല്ല, ഞാൻ LGSലുണ്ട്. പിന്നെ ഇനി ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നീതുവിൻ്റെ ദുർഘട സാഹചര്യങ്ങളിലും ഏറ്റവും അധികം സപ്പോർട്ട് നൽകി കൂടെ നിന്നത് ഹസ്ബൻഡായിട്ടുള്ള സജുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം. നീതു പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കേണ്ട കാര്യത്തിലൊക്കെ ഭയങ്കര എൻട്രി ആപ്പും എല്ലാം എടുത്തിട്ടൊക്കെ, പിന്നെ ഫിസിക്കലി കാര്യങ്ങൾ അതിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടും രാവും പകലൊന്നും ഇല്ലാതെ രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്നിട്ടൊക്കെ പഠിച്ച് ഞാൻ കുറേ ചീത്ത പറയും നമുക്കിത് കാണുമ്പോഴൊക്കെ. എനിക്കിത് പറയുമ്പോഴൊക്കെ വാക്കുകളും മുട്ടും, എനിക്ക് സങ്കടം വരും. കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ അപ്പം ഒരുപാട് നമുക്കൊരു തള്ളല് പരമാവധി എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സന്തോഷമായിട്ടുള്ള നല്ലൊരു ലെവലിലെത്തി. അതിൽ സന്തോഷം. അപ്പോൾ നീതുവിനെ കാണാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. നീതുവിനെ ഇവിടത്തേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ എത്രയോ അധികം കുട്ടികളാണ് നമ്മുടെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം.